Okay, good afternoon all of you. അപ്പോൾ നമുക്ക് പരുന്ത് എന്ന പാഠത്തിൻ്റെ ലെസണിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, പേജ് നമ്പർ എത്രയാ? വീഡിയോ ഓൺ ആക്കിയില്ല. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ലടാ, കംപ്ലൈന്റ് ആണ് വീഡിയോ കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. ഓക്കെ, പേജ് നമ്പർ 60. All of you take your textbook and page number 60. Listen here. ഓക്കെ, എന്താണ് ബെനീറ്റൊക്കെ പറയാനുള്ളത്? പറഞ്ഞോ. മിസ്സേ, ഇപ്പൊ മലയാളമാണോ? അല്ലേ, അതെ. നിനക്ക് മലയാളമല്ലേ ഈ പീരീഡ്? അതെ. ഓക്കെ, പിന്നെ ഏത് ടീച്ചറാന്നാ വിചാരിച്ചേ ബെനീറ്റാ? ഓക്കെ, ഇപ്പൊ മലയാളമാണ്. പേജ് നമ്പർ 60, അതായത് നമ്മുടെ പരുന്തി എന്ന പാഠത്തിന്റെ ആ പാഠം നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. കുറെ പേരെ വായിപ്പിക്കാനുണ്ട്. നമുക്ക് ഈ ആക്ടിവിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വായിപ്പിക്കാം, പാഠം ആ പോയം ചൊല്ലിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് പദം പരിചയപ്പെടാമാണ്. പദം പരിചയപ്പെടുക എന്നാണ്, വേർഡ് മീനിങ് ആണ് അതിൻ്റെ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത പദങ്ങളുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മളെ നിഘണ്ടു ഉണ്ട് അല്ലേ പുറകു വശത്ത്. ഏതാണ് പേജ് നമ്പർ? 78. പേജ് നമ്പർ 78 അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആകാശനൗക. ആകാശനൗകയുടെ അർത്ഥം എന്താ പറഞ്ഞത്? വിമാനം. വിമാനം. ഓക്കെ, എഴുതിക്കോ. ഇവിടെ എടുത്ത് വൃത്തിയിൽ നീറ്റിൽ എഴുതിക്കോ. വിമാനം. ആകാശനൗക, വിമാനം. ആകാശനൗക, വിമാനം. ഫവാസേ, എഴുതാൻ തുടങ്ങിയില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഏഞ്ചല്, അജ്സല്, ഫവാസ്, ടോഷിൻ, ഇത്രയും പേര് വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. ഓക്കെ, എഴുതിക്കോ. അലൻ എഴുതിയോ മോനെ? അലൻ മാത്യു ഞാൻ എഴുതിയാണല്ലേ? ഓക്കെ, ടോഷിൻ ഉറങ്ങി എഴുന്നേറ്റ് വരികയാണോ? ടോഷിനെ ആവിയെല്ലാം ഇടുന്ന കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ആകാശനൗക, വിമാനം. എഴുതിയോ അലൻ? അലൻ പി സാംസൺ എഴുതുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ആഴി. ആഴി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സമുദ്രം. 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 എഴുതിക്കോ. ആഴി, സമുദ്രം. ഇത് നോട്ടിലേക്ക് നിങ്ങൾ പകർത്തി എഴുതണം കേട്ടോ. ഇപ്പൊ ഇവിടെ എഴുതി വെക്കുക, അത് കഴിഞ്ഞ് നോട്ടിലേക്ക് എഴുതുക. ബെനീറ്റ് എഴുതാതെ അവിടെ ഇരിക്കുക എന്നല്ലോ, താളമെല്ലാം കൊട്ടിയിട്ട്. ആണോ ബെനീറ്റ? വേഗം എഴുതണം. ആണോ? നെക്സ്റ്റ്, ഊഴി. ഊഴി എന്താണ് അർത്ഥം? ഭൂമി. ഊഴി, ഭൂമി. നെക്സ്റ്റ്, യേശുക. യേശുക, ഏൽക്കുക. യേശുക, ഏൽക്കുക. അജ്സലെ എഴുതുന്നില്ലേ? അജ്സലെ ഓക്കെ. യേശുക, ഏൽക്കുക. ജോയലെ എന്തായി, എഴുതുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ്, അമ്പരം. ആകാശം. ആകാശം, അമ്പരം. അമ്പരം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കൂടി ഉണ്ട് കേട്ടോ, വസ്ത്രം എന്നാണ്. ഇതിലല്ല, ഇപ്പൊ നമുക്ക് ആകാശം എന്നാണ് ഇവിടെ. നെക്സ്റ്റ്, കേമൻ. അലനി ഓർമ്മ. കേമൻ, മിടുക്കൻ. സിദ്ധാന്ത എഴുതിയോ? സിദ്ധാന്തേ ഓക്കെ. കേമൻ, മിടുക്കൻ. ജാലം. കൂട്ടം. അല്ലെ? ജാലം, കൂട്ടം.
ജാലം, കൂട്ടം. നെക്സ്റ്റ് തഞ്ചം. തക്കം. 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 തഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ തക്കം, അതായത് സൂത്രത്തിൽ, സൂത്രം എന്നർത്ഥം. തഞ്ചം, തക്കം അല്ലെങ്കിൽ സൂത്രം. നെക്സ്റ്റ് തെല്ലും. അല്പം പോലും. അല്പം പോലും, ഒട്ടും അല്ലെ. എന്ന് പറഞ്ഞാൽ അല്പം പോലും എന്നാണ് അർത്ഥം. തെറ്റിക്കരുത്. ജെവിൻ എഴുതുന്നുണ്ടോ? ജെവിൻ ഓക്കെ, എഴുതിക്കോ. നോക്കി എഴുതണം, തെറ്റിക്കാതെ എഴുതണം. തെല്ലും, അല്പം പോലും. നെക്സ്റ്റ് വൺ വഞ്ചി. തോണി. അല്ലേ? വഞ്ചി, തോണി. തോണി. വെൺമേഘം. വെൺ എന്ന് പറഞ്ഞാൽ വെളുത്ത. വെൺമേഘം, വെളുത്ത മേഘം. ഓക്കെ. ലാസ്റ്റ് വൺ റാഞ്ചുക. തട്ടിയെടുക്കുക. തട്ടിയെടുക്കുക അല്ലെ. റാഞ്ചുക, തട്ടിയെടുക്കുക. തട്ടിയെടുക്കുക. ഓക്കെ. തട്ടിയെടുക്കുക, റാഞ്ചുക, തട്ടിയെടുക്കുക. ഓക്കെ. അത്രയും വേർഡ് മീനിങ് അതിലുണ്ട് അല്ലെ. പുതിയ പദങ്ങള് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളതുണ്ട്. ഓക്കെ. അപ്പൊ എഴുതി കഴിഞ്ഞോ എല്ലാ മക്കളും? തെറ്റിക്കാതെ എഴുതിയോ? ടോഷൻ എഴുതിയോ? ടോഷനെ എഴുതിയോ? എഴുതിട്ടേ? ഓക്കെ. അപ്പൊ ഇത് നോട്ടിലേക്ക് എടുത്ത് എഴുതണേ നിങ്ങള്. പാഠം 13 പരുന്ത് എന്ന് ഹെഡിങ് എഴുതി നിങ്ങൾ പിന്നീട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ടിലേക്കും പകർത്തി എഴുതണം. ഓക്കെ. അപ്പോ പദം പരിചയപ്പെടുക എന്നുള്ളതിൽ അത്രയും വേർഡ്സ് ആണുള്ളത്. അത് നിങ്ങൾ എഴുതി കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? ഉത്തരം കണ്ടെത്തുക അല്ലെ. അതില് ഒന്ന്, അമ്പരം ചുറ്റിപ്പറക്കുന്നത് ആര്? ആരാണ് അമ്പരം ചുറ്റിപ്പറക്കുന്നത്? ആര്? എന്ത് പരുന്താ? ചക്കിപ്പരുന്താണ് അമ്പരം ചുറ്റിപ്പറക്കുന്നത്. ചക്കിപ്പരുന്താണ് അമ്പരം ചുറ്റിപ്പറക്കുന്നത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ. പരുന്തിന്റെ ഭയപ്പെടുത്തുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം? ഓക്കെ. ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പരുന്തിന്റെ ഭയപ്പെടുത്തുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം? ഏതെല്ലാം അജിസലെ? ഒന്ന് പറഞ്ഞേ. കണ്ണുകൾ, കാലുകൾ, കാൽനഖങ്ങള്. കാലുകളല്ല, കാൽനഖങ്ങൾ. നെക്സ്റ്റ് ചുണ്ടുകള് അല്ലെ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ എന്നീ ശരീരഭാഗങ്ങൾ കണ്ടാല് ആളുകൾ എന്ത് ചെയ്യും? ഭയപ്പെട്ടു പോകും അല്ലെ. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തത്, പരുന്ത് എന്നും ഏറെ കൊതിക്കുന്നത് എന്തിന്? പരുന്ത്, ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. പരുന്ത് എന്നും ഏറെ കൊതിക്കുന്നത് എന്തിന്? എന്തിനാണ് ആരോണേ? ഏതിലും മീതെ ഏതിലും മീതെ പറന്നിടാനാണ് പരുന്ത് ഏറെ കൊതിക്കുന്നത് അല്ലെ. ഏതിലും മീതെ, ഏതിലും ഉയരത്തിൽ പറന്നിടാനാണ് പരുന്ത് ഏറെ കൊതിക്കുന്നത്. നെക്സ്റ്റ്, പരുന്ത് ആഴിപ്പരപ്പിലെത്തുന്നത് എന്തിന്? എന്തിനാണ് ആദ്യത്തെ? എന്തിനാണ് ആഴിപ്പരപ്പിൽ? ആഴി പറഞ്ഞാല് എന്താണ്? സമുദ്രം. സമുദ്രത്തിന്റെ പരപ്പിൽ എത്തുന്നത് എന്തിനാണ്? ഊഴി. എന്തിനാണ് ആഴിപ്പരപ്പിൽ എത്തുന്നത് പരുന്ത്? ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രം. സമുദ്രത്തിൽ എത്തുന്നത് എന്തിനാണ്?
ആ തഞ്ചത്തിൽ ആൻസർ വരുവാ. വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു എന്നല്ലേ? എന്താണ് വഞ്ചിയിലുള്ള മീനുകളെ തഞ്ചത്തിൽ റാഞ്ചാനാണ് പരുന്ത് ആഴിപ്പരപ്പിലെത്തുന്നത് അല്ലേ? അതല്ലേ എന്റെ ആൻസർ അല്ലേ? ഊഴി തന്നെ ആഴത്തിൽ ഉറ്റുനോക്കിയിട്ട്, താഴേക്ക് ഭൂമിയിലേക്ക് ഉറ്റുനോക്കിയിട്ട് ആഴിപ്പരപ്പിലെത്തിയിടുന്നു. എന്തിനു വേണ്ടി? വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. വഞ്ചിയിലുള്ള മീനുകളെ തഞ്ചത്തില് സൂത്രത്തില് റാഞ്ചി പറക്കാനാണ് ആഴിപ്പരപ്പില് എത്തുന്നത് അല്ലേ? അങ്ങനെയല്ലേ അതിന്റെ ഉത്തരം? പരുന്ത് ആഴിപ്പരപ്പിലെത്തുന്നത് എന്തിന്? വഞ്ചിയിലുള്ള മീനുകളെ തഞ്ചത്തിൽ റാഞ്ചാനാണ് ആഴിപ്പരപ്പിലെത്തുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അഞ്ചാമത്തത് എന്നാ ചോദ്യം? പക്ഷിരാജൻ ചുറ്റിപ്പറക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കുന്നത് എവിടെ? പക്ഷിരാജൻ ചുറ്റിപ്പറക്കുമ്പോൾ, പക്ഷിരാജൻ ആരാണ്? പരുന്ത് അല്ലെ? പരുന്ത് ചുറ്റിപ്പറക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കുന്നത് എവിടെ? എവിടെയാ ജൂലിയറ്റ്? അറിയില്ല. എന്താണ് പറ്റിയത് ജൂലിയറ്റിന്? ഇവിടെ ശ്രദ്ധിച്ചില്ല? ഈ പാഠഭാഗം എടുത്തിട്ട് മനസ്സിലായില്ല? എവിടെയാണ്? എവിടത്തേക്കാണ് അലൻ പി സാംസൺ? അമ്മയുടെ ചിറകിനടിയിലേക്ക്. തള്ളയുടെ അല്ലേ? തള്ളച്ചിറകിനടിയിലേക്കാണ് കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കുന്നതല്ലേ? വലിയ തള്ളയുടെ അടുത്തേക്കല്ലേ, അമ്മയുടെ അടുത്തേക്കല്ലേ കോഴിക്കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കുന്നത്? തള്ളക്കോഴിയുടെ അടുത്തേക്ക്. എന്താ ഇതിൽ പറയുന്നില്ലേ? കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി ഇല്ലേ? അപ്പൊ എന്താ പറയേണ്ടത്? തള്ളച്ചിറകിനടിയിലേക്കാണ് കുഞ്ഞുങ്ങൾ ഓടി ഒളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് പദങ്ങൾ കണ്ടെത്തി ചേർത്തെഴുതുക എന്നാണ്. പദങ്ങൾ കണ്ടെത്തി ചേർത്തെഴുതുക. എന്താണ്? പൂവിതളുകളിൽ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ 2 വീതം താഴെ കൊടുത്ത ഓരോ പദത്തിനും സമാനമാണ്. അവ കണ്ടെത്തി അനുയോജ്യമായ പദത്തിന് നേരെ എഴുതുക. എന്താണ്? എങ്ങനെ എഴുതേണ്ടത് അത്? ആഴി, അമ്പരം, വഞ്ചി, ഈ 3 പദങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോ അതിന്റെ എന്ത് എഴുതണം? 2 പദങ്ങളും കൂടെ നമ്മൾ എഴുതണം. പര്യായ പദങ്ങളെന്നും പകരം പദങ്ങളെന്നും ഒക്കെ പറയും. അതേ അർത്ഥം വരുന്ന 2 പദങ്ങളും കൂടെ നമ്മൾ എഴുതണം. അപ്പോ ആഴിക്ക് എന്തൊക്കെ അറിയോ? വേറെ ഏതെങ്കിലും അറിയോ? ആഴി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്കറിയാലോ. ഇപ്പൊ മിസ് പറഞ്ഞ ഒന്നും അർത്ഥമില്ലേ? എന്താണ് അലൻ മാത്യു? സമുദ്രം. ഓക്കെ, ആഴി ഒന്ന് സമുദ്രം. നെക്സ്റ്റ് അറിയോ സിദ്ധാന്തേ? വേറൊന്നറിയോ സിദ്ധാന്ത് കൃഷ്ണ? ഇല്ല അല്ലേ? ഓക്കെ, സമുദ്രത്തിന്റെ വേറെ ഏതെങ്കിലും പര്യായ പദങ്ങൾ നിങ്ങൾക്ക് അറിയോ? അതേ അർത്ഥം വരുന്ന ആഴി, സമുദ്രം. നെക്സ്റ്റ് കടൽ, സാഗരം അല്ലെ? സാഗരം എഴുതിക്കോ. സാഗരം എഴുതിക്കോ. സമുദ്രം, സാഗരം. അതിന് നേരെ എഴുതിക്കോ. അപ്പൊ എന്തൊക്കെ എഴുതണം? സമുദ്രം നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലേ? സമുദ്രം, സാഗരം. വയ്യായിരിക്കും അല്ലേ?
ഓ അതെ. അടുത്ത രണ്ടെണ്ണം എനിക്കറിയാം. സാഗരം. അടുത്തത് എഴുതേണ്ടത് സാഗരം. കോമ ഇട്ടിട്ട് സാഗരം. അപ്പൊ ആഴിക്ക് നേരെയാ നിങ്ങൾ എഴുതേണ്ടത് ഇതേ. പര്യായ പദങ്ങളെന്നോ പകരം പദങ്ങളെന്നോ ഒക്കെ പറയാം. രണ്ടാമത്തെ രണ്ട് പദം എനിക്കറിയാം. അറിയോ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? അമ്പരം. എന്തൊക്കെയാണ്? ആകാശം, മാനം. ആകാശം, വാനം. ആകാശം, മാനം, വാനം ഒക്കെ എഴുതാ അല്ലേ? ആകാശം. യെസ്. പോലായോ മിസ്സേ? ഓക്കെ. ആകാശം, ആകാശം, മാനം അല്ലെങ്കിൽ വാനം എല്ലാം ഇതാട്ടോ. വാനം, ആകാശം, വാനം. നെക്സ്റ്റ് വഞ്ചി അല്ലേ? വഞ്ചി, തോണി, വള്ളം. വള്ളം. ഓക്കെ. തോണി, വള്ളം. തോണി, വള്ളം. തോണി, വള്ളം. ഓക്കെ. ക്ലിയർ ആയോ? എഴുതിയോ മക്കളെ? ഫിനിഷ് ആണോ? യെസ്. ഓക്കെ. അപ്പോ വള്ളം, തോണി അല്ലെങ്കിൽ തോണി, വെള്ളം. ഓക്കെ. അപ്പൊ പദങ്ങൾ കണ്ടെത്തി ചേർത്ത് എഴുതുക പറയുമ്പോ അതിന്റെ പകരം പദങ്ങൾ എഴുതാൻ പറഞ്ഞു, നമ്മൾ എഴുതി അല്ലേ? നെക്സ്റ്റ് അടുത്ത വർക്ക് എന്താണ്? നമുക്ക് അടുത്ത ആക്ടിവിറ്റീസ് എന്താണ്? നാലാമത്തത് വാക്കുകൾ കണ്ടെത്തി എഴുതുക. വാക്കുകൾ കണ്ടെത്തി എഴുതുക. അപ്പൊ വഞ്ചി, തഞ്ചം, റാഞ്ചുക എന്നിവ കവിതയിൽ കാണുന്ന വാക്കുകളാണ്. ഇതുപോലെ ഇഞ്ച ചേർന്ന് വരുന്ന 6 വാക്കുകൾ കൂടി കണ്ടെത്തി എഴുതുക. എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ, ഗുഡ്. എഴുതാ അല്ലേ? സിദ്ധാന്ത് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് ഇഞ്ച വരുന്ന വാക്കുകൾ? അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞേ? ആരാ പറയുന്നേ? സഞ്ചി, സഞ്ചി, ഓക്കെ. സഞ്ചി, സഞ്ചി, പഞ്ചസാര, കൂടി കണ്ടെത്തി എഴുതുക. പിന്നെ പാഠത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇഞ്ച വരുന്ന നിങ്ങൾക്ക് പൊതുവെ അറിയുന്ന എഴുതിക്കോ. വഞ്ചി, പിന്നെയോ പഞ്ചസാര. ഓക്കെ, ഗുഡ്. പഞ്ചസാര, സഞ്ചി, ഇഞ്ചി. ഓക്കെ, ഇഞ്ചി. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് മഞ്ചാടി, കൊഞ്ച്. നെക്സ്റ്റ് കാഞ്ചനം അല്ലെ? കാഞ്ചനം സ്വർണം എന്നില്ല അർത്ഥത്തില് കാഞ്ചനം. പിന്നെ പഞ്ചവാദ്യം, പഞ്ചവാദ്യം അല്ലെ? ഇഞ്ച വരുന്നില്ലേ? ഓക്കെ. അപ്പൊ അത് എഴുതണം നമുക്ക്.
ഇഞ്ച ചേർന്ന് വരുന്ന 6 വാക്കുകൾ കൂടി കണ്ടെത്തി എഴുതുക. അപ്പൊ 6 വാക്കുകൾ എഴുതിക്കോ. എഴുതുവോ? യെസ്. ഇഞ്ചി എഴുതിക്കോ. ഇഞ്ചി. ഇഞ്ചിയിൽ എഴുതാൻ അറിയില്ല നിങ്ങൾക്ക്? എഴുതുക. ഇഞ്ചി ഇതന്നെ എഴുതുന്നുണ്ട്. ഇഞ്ചി അല്ലേ? ഇഞ്ചി ഇവിടെയാന്ന് തോന്നുന്നല്ലേ എഴുതുക. ഇതെന്താ? എഴുതുകാന്ന് എഴുതുകാന്നാടാ ഇതില് നോക്കിയാ കണ്ടെത്തി എഴുതുക. അതുകൊണ്ട് എഴുതുക. ഇഞ്ചി 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 ഇഞ്ചിയാ ഇഞ്ചിയാ തന്നെ. ഇഞ്ചിയല്ല എഴുതിയേക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാര ടീച്ചറിനെ എഴുതിയേക്കുന്നത് പഞ്ച ഇഞ്ചി അവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് സാര പഞ്ചസാര. നെക്സ്റ്റ് മഞ്ച്. മൈക്രോഫോൺ ഇത്തിരി വായിക്കെടുപ്പിച്ചു നോക്കോ. ഇഷ്ടമുള്ളത് ഇരിക്കാൻ പറഞ്ഞു. മഞ്ച് പഞ്ചസാര. മഞ്ചാടി. മഞ്ചെന്ന് ഞാൻ പറയും. മഞ്ചാടി. എഴുത്. അത് തന്നെ എഴുത്. അഞ്ചേ ഓർമ്മ വരുന്നില്ല അല്ലേ മക്കളെ? മഞ്ച് മഞ്ചാടി. മഞ്ചാടി. സഞ്ചി. സഞ്ചി ഇഞ്ചി ഇഞ്ചി വെള്ളിയിടും. മഞ്ചൊക്കെ പറഞ്ഞിരിക്കും. മഞ്ച് പറഞ്ഞില്ലല്ലോ. മഞ്ച് ടീച്ചർ ഇപ്പൊ പറഞ്ഞു എഴുതിയിരുന്നേ ഉള്ളൂ. മഞ്ച് എഴുതണ്ട, ഇത് എഴുതിക്കോ. സഞ്ചി സഞ്ചി കാഞ്ചി. സഞ്ചി എഴുതുക. കാഞ്ചന അല്ലെങ്കിൽ ആരാ ഇപ്പൊ വരച്ചാള്? 3029 കഴിഞ്ഞിട്ടാമ മിസ്സേ. യെസ്. ഒന്ന് 2 3 4 5 ഇനി ഒരെണ്ണം കൂടി എഴുതിയ പിന്നെ മിസ് 5 കാഞ്ചനം. 5 പഞ്ചവാദ്യം. 5 ഓക്കെ 5. മിസ് 5 അഞ്ചു മിസ് അഞ്ചു അഞ്ചു 5 മോൾ 5 പഞ്ചവാദ്യം. മിസ്സേ ഞാൻ കാഞ്ചനത്തിന് പകരം കാഞ്ചിന്ന് എഴുതിയേ. കുഴപ്പമില്ല. കാഞ്ചന ഓതിക്കോ. 6 എണ്ണമായി. ഓക്കെ 6 മതി. 5 6 പഞ്ചവാദ്യം. ഓക്കെ. എഴുതി കഴിഞ്ഞോ? ഫിനിഷ് അല്ലേ? അപ്പൊ 6 പദങ്ങള് 6 വാക്കുകൾ നമ്മൾ എഴുതി അല്ലെ? 6 വാക്കുകൾ നമ്മൾ എഴുതി. എഴുതിയില്ല എല്ലാവരും? എഴുതാത്തവരുണ്ടോ ഇനി? ഓക്കെ. അടുത്തത് 5-മത്തത് വർണ്ണന തയ്യാറാക്കുക എന്നാണ്. വർണ്ണന തയ്യാറാക്കുക. കവിതയിലെ ആശയങ്ങൾ ചേർത്ത് വെച്ച് പരുന്തിനെ കുറിച്ച് ലഘുവർണ്ണന തയ്യാറാക്കുക. കവിതയിലെ ആശയങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ